എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ നമ്മളുള്ള കൊല്ലത്താണ്. കോഴിക്കോട് കൊല്ലമല്ല, ട്രിവാൻഡ്രം അടുത്തുള്ള കൊല്ലം ഡിസ്ട്രിക്റ്റിലാണുള്ളത്. ഇപ്പോൾ ഇവിടെ അഷ്ടമുടി കായലിലാണ്. അഷ്ടമുടി കായലിൽ നമുക്കിവിടെ ഒരു ബോട്ട് സർവീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പിൻ്റെ സി അഷ്ടമുടി എന്ന് പറയുന്ന ബോട്ടാണ്. ഈ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ നമ്മുടെ ബോട്ട് ജെട്ടി. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്താണ് നമ്മൾ തുടക്കം പോകുന്നത്. കൊല്ലം ബോട്ട് ജെട്ടിയാണ് ഇത് സ്റ്റാർട്ടിങ്. ഇത് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നേരെ തേവള്ളി പാലം, വിളക്കമ്മ, സാമ്പ്രാണിക്കോടി, ഐലൻഡ് വഴി നമ്മൾ ഇറങ്ങി അഷ്ടമുടിയിലാണ് നമ്മുടെ അവിടെ ഒരു ചെറിയൊരു ഹാൾട്ടിംഗ് ഉണ്ട്. നമ്മുടെ ഫുഡും കാര്യങ്ങളെല്ലാം ഈ കുടുംബശ്രീയുടെ ഫുഡും കാര്യങ്ങളെല്ലാം അവിടെയാണ് എത്തുന്നത്. അവിടുന്ന് നമ്മൾ വീണ്ടും തിരിച്ച് കല്ലട ആറിൻ്റെ സൈഡ് കറങ്ങി മൺട്രോ തുരുത്തിൻ്റെ ഐലൻഡിൻ്റെ പല ഭാഗങ്ങളും കറങ്ങി വീണ്ടും തിരിച്ച് നമ്മൾ വീണ്ടും സാമ്പ്രാണിക്കോടി നമ്മൾ ഹാൾട്ടിംഗ് ആണ്. 1 മണിക്കൂറോളം സഞ്ചാരികൾക്ക് അവിടെ സാമ്പ്രാണിക്കോടി ഇറങ്ങി അവിടെ നിന്ന് അവിടുത്തെ കാഴ്ചകൾ കാണാനും അവിടുത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു ദ്വീപസമൂഹം അതൊക്കെ ഒന്ന് കാണാനായിട്ടുള്ള ഒരു മണിക്കൂർ നമ്മുടെ സ്റ്റേ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ച് 4:30 നമ്മൾ തിരിച്ച് കൊല്ലം ബോട്ട് ജെട്ടി എത്തുന്നത്. രാവിലെ 11:30 ഇത് സ്റ്റാർട്ടിങ്. അപ്പം വരുന്ന ആൾക്കാർക്കെല്ലാം ഈ ഫുഡും കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ബോട്ടിൽ തന്നെയാണ് കുടുംബശ്രീ യൂണിറ്റ് ഒരുക്കിയിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും മിതമായ നിരക്കിലാണ് കിട്ടുന്നത്. താഴത്തെ നിലയിൽ 400 രൂപ റേറ്റും മുകളത്തെ നിലയിൽ 500 രൂപ ആണ് ഇതിൻ്റെ ടിക്കറ്റ് ചാർജ്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കൊല്ലം KSRTC സ്റ്റാൻഡിൻ്റെ തൊട്ട് പുറകിലായിട്ടാണ്. ഇതാണ് KSRTC സ്റ്റാൻഡ്. ഇത് കേരള ഗവൺമെൻറ്റിൻ്റെ ജലഗതാഗത വകുപ്പിൻ്റെ അണ്ടറിലാണ്. ഇതാണ് ബോട്ട്. ഇതിൻ്റെ ലോവർ ഡെക്കും അപ്പർ ഡെക്കും കാണാം. തൽക്കാലം ക്യാപ്റ്റൻ ഫുഡ് കഴിക്കാൻ പോയി. അപ്പോൾ എന്നോട് കൺട്രോൾ ചെയ്യാൻ പറഞ്ഞു. നോക്കാം. ഇതെന്താ സാധനം? റെഡ് സാധനം കണ്ടത്. നമുക്ക് കടലിലേക്ക് പോകാല്ലേ? നേരെ കടലിലേക്ക് കിട്ടും. കടലിലേക്ക് പോവാം. അപ്പോൾ നമ്മളെ ഫുഡൊക്കെ ഇവിടെ റെഡി ആവുന്നുണ്ട്. കരിമീൻ, നത്തോലി, കൊഞ്ച്, പിന്നെ കണവ ഇതാണ് അല്ലേ, നമ്മളെ ഉപ്പേരി പോലത്തെ അല്ലേ. അപ്പോൾ ഇതാണ് കണവ, കപ്പ, ഓംപ്ലേറ്റ്. ഇതെന്താ സാധനം? നത്തോലി, കരിമീനുണ്ട്. കുടുംബശ്രീയായ ലീല ഫുഡ്സ് ആണ് കഴിഞ്ഞ 2 വർഷത്തിലേറെയായി നമ്മൾ ഉച്ചഭക്ഷണം വിതരണം ചെയ്യുന്നത്. രാവിലെ നമുക്ക് ചായ, സ്നാക്സ്, മറ്റ് ചെറുകടികൾ, അതുപോലെയുള്ള സ്നാക്സുകൾ, കൂൾ ഡ്രിങ്ക്സുകളെല്ലാം അവൈലബിൾ ആണ്. ഉച്ചയ്ക്ക് ഏകദേശം 12 മണിയോടുകൂടി അഷ്ടമുടി ഭാഗത്തു നിന്നും നമുക്ക് ഇതിലേക്കുള്ള ഉച്ചഭക്ഷണങ്ങൾ തയ്യാറാക്കി കൊണ്ടുവരും. എല്ലാ വിഭവങ്ങളും ഇന്ന് രാവിലെ തന്നെ തയ്യാറാക്കിയതാണ്. നമുക്ക് ചോറുണ്ട്. 100 രൂപയാണ് ഒരു മീൽസിൻ്റെ വില എന്ന് പറയുന്നത്. അത് മീൻകറി, അവിയൽ, തോരൻ, പച്ചടി, അച്ചാറ്, സാമ്പാർ, മോര്, ഇത്ര ഐറ്റങ്ങൾക്കാണ് 100 രൂപ. അത് അപ്പോൾ നമ്മളെ ഹക്കീം ഭായ് ആൻഡ് ഫാമിലി, ആളുടെ നാട് ഇവിടെ തന്നെയാണ്. ഇവിടെ തന്നെ ജനിച്ച് വളർന്ന ആൾക്കാരാണ്. അപ്പോൾ മൊത്തം ഇവിടുത്തെ ഡീറ്റെയിൽസ് മൊത്തം അറിയുന്ന ആൾക്കാരാണ്. ഗൾഫിലല്ലേ വർക്ക് ചെയ്തല്ലേ? ഇവിടെ എവിടെയാ? നാട് എവിടെയാ? കൊട്ടിയം. വൈഫിൻ്റെ പേരെന്താ? വൈഫിൻ്റെ
ഹസീന. എങ്ങനെയുണ്ട് ഫുഡ് കഴിച്ചില്ലേ? സൂപ്പർ ഫുഡ് നമുക്ക് ആവശ്യമുള്ള സൂപ്പർ ഫുഡും എല്ലാം ഓക്കെ കുഴപ്പമൊന്നുമില്ല. അതിനെ കുറിച്ച് അഭിപ്രായം പ്രത്യേകിച്ച് ഒരു അഭിപ്രായം അല്ല, ഞങ്ങള് കോഴിക്കോടാണ്, ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. നല്ല ഫുഡ്. അഷ്ടമുടി കായലിന് കേട്ടിട്ടേ ഉള്ളൂ. അഷ്ടമുടി കായൽ എന്ന് പറഞ്ഞാല് നമ്മളെ കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ കായലാണ്. രണ്ടാമത്തെ, അതെ. ഫസ്റ്റത്തെ വേമ്പനാട്ട് കായൽ. 2 ആഴ്ച മുമ്പേ പോയിട്ടുണ്ടായിരുന്നു വേമ്പനാട്ട് കായലില്. നമ്മളെ കൊച്ചി മെട്രോ, വാട്ടർ മെട്രോ അല്ലേ, അപ്പൊ അതിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഇതല്ലേ പെരുമൺ ദുരന്തം ഉണ്ടായിരുന്ന നടന്ന പാലമാണ് നമ്മളിപ്പം കണ്ടിട്ട് വന്നത്. അതിൽ 100 പേരോളം മരിച്ചിട്ടുണ്ട്. 120 പേര് മരിച്ചിരുന്നു. ഇത് പുഴയിലേക്ക് വീഴാണ് ചെയ്തത്. അത് അതിന്റെ ഒരു കുറെ ബോഗികള് കറക്റ്റായിട്ട് എനിക്ക് അറിയത്തില്ല എത്രയാണ് ആ ബോഗികൾ പറഞ്ഞ് പുഴയിൽ വീണു. ആ ബോഗികളുണ്ടായിരുന്ന ആൾക്കാർ മരിച്ചു. പിന്നെ ഈ കായലിനെ കുറിച്ച് വേറെ എന്താ പറയാനുള്ളത്? ശുദ്ധമായ നല്ല കായലാണ്. കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ കായലാണ്. അതെ, ഏറ്റവും വലിയ കായലാണ്. നല്ല ശുദ്ധമായ കായലാണ്. നല്ല ക്ലീൻ ആയിട്ടാണ്, കണ്ടാൽ തന്നെ അറിയാം. നല്ല മെയിൻ്റെനൻസ് കായലാണ്. പിന്നെ ഈ പറഞ്ഞ കണക്ക് ഇതിനകത്ത് മത്സ്യബന്ധനം ഒരുപാട് ആൾക്കാർ ജീവിക്കുന്നുണ്ട്. അവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. സൂപ്പറായ മത്സ്യമാണ്. ഒരുപാട് കരിമീൻ ഇവിടുന്ന് പിടിച്ച സാധനങ്ങളാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ഫ്രഷ് ആയിരുന്നു. നല്ല രീതിയിലുള്ള ഒരു മത്സ്യസമ്പത്തുള്ള കായൽ തന്നെയാണ്. എത്ര പിടിച്ചാലും നമുക്കത് തീരുവോ അത്രയും നല്ല മത്സ്യസമ്പത്തുള്ളൊരു കായലാണ് നമ്മൾ അഷ്ടമുടി കായൽ. ചേച്ചി എന്താ പറയാനുള്ളത്? നിങ്ങൾ എങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇറങ്ങിയതുള്ളൂ? ഇവിടെ വരാറുണ്ടല്ലേ? വരാറുണ്ട്. നമ്മളിപ്പോ പിന്നെ ഇതിനാണ് ഈ ഒഴിവ് സമയം എന്ന് പറയുന്നത് ശനി ഞായറും എന്ന് പറയുന്നത് ഭയങ്കര തിരക്കായിരിക്കും. അപ്പൊ നമ്മള് ഫാമിലി മറ്റുള്ള ദിവസങ്ങളിൽ നമ്മൾ വന്ന് ഫ്രീ ആയിട്ട് പോവാം. അവര് പറഞ്ഞു 4:30 വരെ ഉണ്ട്. മോർണിംഗ് 11:30 to 4:30 വരെ ഉണ്ട്. അതിന് പോയിട്ട് നമ്മൾ ഇനിയിപ്പം കറങ്ങി നമ്മള് പിന്നെ ഇവിടെ പോകും. എവിടെ? ചാമ്പ്രാണിക്കുടി. അവിടെ ഇറങ്ങും തോന്നുന്നു. അവിടെ 1 മണിക്കൂറോളം അവര് റെസ്റ്റ് ഉണ്ട്. നമുക്ക് അവിടുന്ന് അവരുടെ ബോട്ടുണ്ട്, അതിനകത്ത് നമുക്ക് സർവീസ് ചെയ്ത് അകത്തെല്ലാം കൊണ്ടുപോയി കാണിക്കും. അപ്പം പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷം. ഓക്കെ. ഇവിടുന്ന് നമ്മളെ വലിയ ബോട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെ സ്പീഡ് ബോട്ടിൽ കയറി. സ്പീഡ് ബോട്ട് ഇവിടെ ഒരു തുരുത്തിലേക്ക് പോകുന്നുണ്ട്. 150 പെർ ഹെഡ് ആണ്. ഇതാണ് തുരുത്ത്. നല്ല അടിപൊളി ആംബിയൻസ് ആണ്. വ്യൂ ഒന്നും ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഇപ്പൊ ഇതിന്റെ പേര് സാമ്പ്രാണിക്കൊടി എന്നാണ്. ഇവിടുന്ന് കാണാൻ വിചാരിക്കുന്നു. സാമ്പ്രാണിക്കൊടി. ഇവിടെ 1 മണിക്കൂർ ഹോൾട്ട് ഉണ്ടാവും. തിരിച്ച് ഒരു 4:30 ആകുമ്പോൾ നമ്മൾ തിരിച്ചു പോകും. ആദ്യമായിട്ടാണ് കായലിന്റെ അകത്തൊരു പെട്ടിക്കട കാണുന്നത്. മാങ്ങ ഉപ്പിലിട്ടതാണ്. പഴുത്ത മാങ്ങയാണ്. ഉപ്പിലിട്ട് മുളക് കിട്ടുന്നുണ്ട്. വലിയ നെല്ലിക്കാണോ ചെറുതാണോ? അടിപൊളി.
അപ്പോൾ തിരിച്ചു പോവാണ്. ഇന്നത്തെ ട്രിപ്പ് നമുക്ക് ഇവിടുന്ന് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ എല്ലാവരോടും നല്ല അടിപൊളി ആംബിയൻസ് ആണ്. ഇവിടുത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ ഇവിടുന്ന് തന്നെ പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് നല്ല ടേസ്റ്റിയാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരാം. എല്ലാവരോടും ബൈ ബൈ.